അനുഭവിക്കേണ്ട പടമാണ്. ഒട്ടും കൊള്ളത്തില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അവരാതുണ്ടെങ്കിൽ അമ്മാതിരി അവരാതോ ചിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രണ്ട്സിന്റെ അവിടെ ഇരുന്ന് കാണാം. നല്ല ചിരിക്കാം നമുക്ക്. കോമഡി, ഭയങ്കര കോമഡി. കാരണം അവസാനമൊക്കെ കഥയൊക്കെ കിടിലമായിട്ട് അങ്ങ് പോണം. കഥ വേസ്റ്റ്. കുഴപ്പമില്ല, നല്ല പടമാണ്. ഇഷ്ടപ്പെട്ട മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ പെർഫോമൻസ് സൂപ്പറാണ്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പറയാനില്ല, ഒരു ആവറേജ് പടം, നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. കണ്ടിരിക്കാൻ പടം, നല്ല ആവറേജ് പടമാണ്. അടിപൊളി പടം, കൊള്ളാം. അല്ലു അർജുനൊക്കെ നല്ല ഒരു അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ബ്രോ, നെഗറ്റീവ് എന്ന് പറയാനുള്ളവർ പറയാം, അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അത് ഓരോരുത്തർ പറയാനുള്ളത് പറയും. പക്ഷെ പടം കൊള്ളാം, എനിക്ക് കണ്ടില്ല, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, കുഴപ്പമില്ല. ഒട്ടും കൊള്ളത്തില്ല, ഭയങ്കര അരമാണ്, കണ്ടിട്ടറിയാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു മറ്റേ ഈ കൃഷ്ണന്റെ പോലെ സാരി കൊടുത്തിട്ട് വരും, അമ്മോ, അതൊക്കെ ഇരുന്ന് കണ്ട ലോജിക്ക് നോക്കാനേ പാടില്ല. ഈ പടം കാണുന്നപ്പോൾ തലയിലെ ജോജി നിർസാനം എടുത്ത് മാറ്റിച്ചിട്ട് കയറിയിരുന്നു പോകാം. അപ്പൊ ക്ലൈമാക്സിൽ കുറെ ഫൈറ്റ് മേക്ക് വെച്ചിട്ടുണ്ട്, സെറ്റ്. അതാണ് പറയാനുള്ളത്. ഇത് CG ഒക്കെ ചെയ്തിട്ടുണ്ട്, CG ഒക്കെ മുമ്പ് അവസാന ക്ലൈമാക്സ് ഒരു സെറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്തറിയിക്കുന്നുണ്ട്. ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു പടമാണ്. എനിക്കൊന്ന് ഇതിനേക്കാളും കൊള്ളാം, കങ്കുവ പിന്നെയും കൊള്ളാം ഇതിനേക്കാൾ. ഒട്ടും കൊള്ളൂല, ഒന്നും കൊള്ളൂ, അഭിനയം ഒന്നും കൊള്ളൂല. പുഷ്പ 2 ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ട്, എന്റർടൈൻമെന്റ് ആണ്. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ച അതേ സംഭവം കിട്ടി, ആ പഞ്ചും എല്ലാ സംഭവങ്ങളും കിട്ടില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആ സാരി കൊടുത്തുള്ള ഫൈറ്റ് ഒക്കെ വിഷയമായിരുന്നു, കിട്ടില്ല, കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ക്ലൈമാക്സ് മാത്രം കുറച്ച് പാസാധിക്യം കൊണ്ട് പ്രശ്നമായെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പടം കിടിലമാണ്. പുഷ്പ 3ക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഇപ്പൊ തന്നെ. നെഗറ്റീവ് അടിച്ച് കയറുന്ന എന്തിനാണെന്ന് സത്യം പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ചില സീനുകളുണ്ട്, ഇടയിലൊക്കെ കുറെ സീനൊക്കെ ഉണ്ട് നെഗറ്റീവ് പറയാം. പക്ഷേ ഈ വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ പടത്തിന്റെ മെയിൻ ഗ്രാഫ് എപ്പോഴും പൊങ്ങി തന്നെയാണോ, കിട്ടില്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറയെങ്കിലും താഴ്ന്നു പോയി. ഇല്ല, ഇനി പൊങ്ങത്തില്ല, താഴ്ന്നു പോയി. എനിക്ക് സ്പൂഫായിട്ടാ തോന്നിയത്, പുഷ്പയുടെ സ്പൂഫായിട്ടാ തോന്നിയത്. പോസിറ്റീവായിട്ട് അല്ലു അർജുനെ കണ്ടോണ്ടിരിക്കാം, അല്ലാണ്ട് അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് എന്തോ ഒരു കോമഡി പടമായിട്ടാ തോന്നിയത്, സീരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല. മലങ്കാലത്താണ് ഉച്ചക്ക് കയറിയത്, രാത്രി ആവാറായി, കുറെ നേരം അവിടെ ഇരിക്കണം. എനിക്കൊന്നും പറയില്ല, പടം കണ്ടാ പൊങ്ങത്തില്ല, പടം പൊങ്ങുന്നില്ല. ആക്ച്വലി ഇപ്പൊ നെഗറ്റീവ് ഇത്രയും വരുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സീനൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ആവശ്യമില്ലാത്ത ഒരുപാട് ഇമോഷണൽ സീൻസും പാസോ ഒക്കെ കയറി വന്ന് ഭയങ്കര ബോറായി. അത് പിന്നെ ഇനി എനിക്ക് പുഷ്പ 3 കാണാനുള്ള ഒരു ഹൈപ്പ് അങ്ങ് പോയി. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട സീനുകളുണ്ട്, പക്ഷെ ആസ് എ ഹോൾ സിനിമ അത്ര പൊങ്ങിയില്ല. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, ഒന്നും വിചാരിക്കാണ്ടോ വന്ന, അപ്പം പ്രശ്നമില്ല. നല്ല പടമാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ പുഷ്പ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്നലെ തൊട്ട് ഞാനും റിവ്യൂ കണ്ടു, ഞാനും റിവ്യൂ എടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ വലിയ മാഫിയകൾ ഈ ഒരു പടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് എത്രയോ കോടികൾ ചെലവാക്കി ഈ പടത്തിനെ തകർക്കണം എന്നുള്ള രീതിക്ക് തകർക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുഴപ്പവുമില്ല. ഒരു പടത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ആസ്വദിച്ച് മാത്രം ഇരുന്നാൽ മതിയോ, ഒന്ന് വിഷമിക്കണ്ടേ? എന്താണ്, ഒരു സാമ്പാർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ എല്ലാ രീതിക്കുള്ള പച്ചക്കറി ഇടും ഇല്ലേ? അതെന്ന് വെച്ചാൽ അതിന് ഓരോ ഗുണങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് വൃത്തിക്ക് ചെയ്യും. പക്ഷെ ഈ പറയുന്ന പുഷ്പ എന്ന് പറയുന്ന ഒരു മൂവി നല്ലൊരു സിനിമയാണ്. ഏത് വൃത്തികെട്ടവൻ അല്ലെങ്കിൽ ഏത് വിവരമില്ലാത്തവൻ ഏത് വൃത്തികെട്ടവനോ അല്ലെങ്കിൽ ഏത് വിവരമില്ലാത്തവനോ വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഈ പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ പടം കണ്ടിട്ട് ഇവിടെ നിറങ്ങുന്നത്. ഓക്കെ, എന്ത് തെറ്റ് അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു ഈ പുഷ്പ എന്ന് പറയുന്ന ഈ മൂവിയുടെ പിന്നണി പ്രവർത്തകർ നിങ്ങളെടുത്ത് ഇതേപോലെ ഇന്നലെ തൊട്ട് കാട്ടവരാതം. ഇന്നലെ അല്ലു അർജുന്റെ അമ്മൂമ്മയ്ക്ക് വരെ വിളിച്ചിട്ട് പോയി ഏതോ ഒരു, ഞാൻ അങ്ങനെ പറയൂ, ഏതോ ഒരു അല്ലു അർജുന്റെ തന്തയ്ക്ക് വരെ വിളിച്ചിട്ട് പോയേക്കാണ്. എന്ത് തെറ്റ് ചെയ്തു? നിനക്കൊക്കെ 120 രൂപ നീ എന്തൊക്കെ ചെയ്യുന്നു? ബിരിയാണി കഴിക്കുന്നില്ലേ? വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു ഈ കാട്ടവരാതം കാണാൻ വന്നു? കാട്ടവരാതമാണെങ്കിൽ പിന്നെ എന്തിനു കാട്ടവരാതം കാണാൻ വന്നു? ഈ പൈസ വേറെ വല്ല നല്ല കാര്യത്തിന് യൂസ് ചെയ്താൽ പോരായിരുന്നു. ഒരു അടിപൊളി നല്ല ചിത്രം. നിങ്ങളിപ്പോ എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞല്ലോ, എന്തോ മലഞ്ചരക്ക
മലങ്കട്ട്, കാട്ടവരാതം, കുറെ നാൾക്ക് മുന്നേ ആൾക്കാർ പടത്തിനെ എല്ലാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതേപോലെയുള്ള ഒരു വാക്കാണ് മലങ്കട്ടും, പിന്നെ എന്തോന്ന് കാട്ടവരാതം. ഈ വാക്കുകളെ ട്രെൻഡിങ് ആക്കാൻ നോക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ വാക്കുകൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് പൈസ കൊടുത്തിട്ട് ഈ പറയുന്നത് കയറ്റിയിരിക്കുന്നത്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതൊരു നല്ല ചിത്രമാണ് സഹോദര. നിങ്ങൾ ഈ പടം കണ്ടോ? എന്നാ കേറി കാണണം. കേറി കാണണം. കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവിൻ അഭിപ്രായം നിങ്ങൾ പറയണം. ആസ്വദിച്ചു. ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഒരു 3.5 മണിക്കൂറുള്ള ഒരു പടം ഇറങ്ങി. എന്റെ പേര് ഞാൻ പറയുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു തെലുങ്ക് ചിത്രമാണ്. പുഷ്പ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രമാണ്. തെലുങ്കന്മാർക്ക് ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് എനിക്കിപ്പോ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്കിത് ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചിത്രമാണ്. എനിക്കിതിൽ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അതിന് തെളിവാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു ചിത്രം. നമ്മളിങ്ങനെ വിചാരിക്കും അതിപ്പോ അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇതിനൊരു ഡയറക്ടർ ബ്രില്യൻസ് ഒന്നും എനിക്ക് പറയാൻ പറ്റൂ. എന്തായാലും ഇതേപോലെയൊക്കെ തെറി പറഞ്ഞിട്ട് പോണവന്മാരെയൊക്കെ അവന്മാരെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലണം. ഞാനിത് കേരള സർക്കാരിന്റെ അടുത്ത് ഞാനിത് അപേക്ഷിക്കുകയാണ്. ഇതേപോലെയുള്ള പടങ്ങൾ പൊട്ടിക്കുന്നവരെ അവരെ വേണ്ട രീതിക്ക് നിങ്ങൾ കണ്ടോളണം. ഇത് ഒരു കോമഡി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എടുക്കാം. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെയുള്ള നല്ല പടങ്ങളെ ഇനി ആരും കൊല്ലരുത്. ഓക്കെ.